പെട്ടെന്ന് രാത്രിക്ക് വിളിച്ചിട്ട് പറയുക വയനാട്ടിന് പോകാമെന്ന്. അങ്ങനെ പിന്നെ എന്നെ ആലോചിക്കാനാ, പോകാന്നുള്ളതല്ലേ ഉള്ളൂ. അങ്ങനെ 5 മണിയായപ്പോൾ അടിവാരത്തെത്തി. അവിടുന്ന് ഒരു ചായ കുടിച്ചിട്ട് വെട്ടം വീഴുമ്പോഴേക്കും നമുക്ക് ചുരം കയറാം എന്നായി. അറിയില്ലേ താമരശ്ശേരി ചുരം? നമ്മള് താമരശ്ശേരി ചുരന്ന്. ഇതും ഇവിടുത്തെ ഒരു പ്രധാന വ്യൂ പോയിന്റ് ആണ്. ഇവിടെ നിന്ന് നോക്കിയാൽ താഴെ നമ്മൾ മുമ്പ് നിന്ന ആ ഹെയർ പിൻ വളവുകളും ചുരത്തിന്റെ അടിവാര കാഴ്ചകളും ഒക്കെ വളരെ ഭംഗിയായിട്ട് കാണാൻ കഴിയും. സത്യം പറഞ്ഞാൽ വയനാട് പോകാമെന്നല്ലാതെ എങ്ങോട്ട് പോകണം എന്നുള്ളൊരു പ്ലാൻ ഇല്ലായിരുന്നു. അപ്പോഴാണ് എൻ്റെ അളിയന്റെ കാര്യം ഓർമ്മ വന്നത്. അപ്പൊ നമ്മൾ നേരെ അളിയന്റെ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇവിടെ വന്നപ്പോൾ പ്രാർത്ഥനയ്ക്ക് എടുത്ത പന്തലിന്റെ സാധനങ്ങളൊക്കെ വണ്ടിയെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, ഞങ്ങൾ നേരെ കയറി ഇടപെട്ടു കേട്ടോ. നമ്മള് വെള്ളത്തിൽ പോയി ചാടാൻ പോവാണ് കേസ്. ആരെയില്ലടാ, ഞാൻ പറഞ്ഞോളാം, എനിക്കറിയാൻ പറയാം. ഞാൻ നമ്മളാ കിണർ കയറുന്നത്. കിണറല്ലോ, തെങ്ങ്. നമ്മളാ തെങ്ങ് കയറുന്ന വിഷയം കണ്ടു. നമ്മള് വയനാട്ടിൽ വന്നത് കരിക്കിട്ട് നമ്മൾ പിടിക്കാൻ പോവാം. ഞാൻ പറയാം, റെക്കോർഡിംഗ് ആണ്. സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. നമ്മളെ അളിയാണ് പെട്ടെന്നത്. നമ്മള് വെള്ളത്തിൽ ചാടാൻ വേണ്ടി പോവാം. വെള്ളത്തിൽ ചാടാൻ ഈ സ്ഥലം എന്നാ വൈബാന്ന് അറിയോ? നമ്മളെ ഒരു പാലക്കാടൊക്കെ തന്നെ ഒരു വൈബാണ്. എൻ്റെ അളി ഇത് വൻ പൊളിയാണല്ലോ. ഇതിനാണോ ഉണ്ടോ അളിയെ? തണുത്ത വെള്ളമാണ്, തണുത്ത വെള്ളം. അതിൽ ഒന്നാമത്തെ പുഴയാണ് കബനിപ്പുഴ. നമുക്ക് പഠിക്കാനുള്ള 3 പുഴയിൽ 1 പുഴയാണ്. ഞങ്ങൾ ആ മൂർത്തിക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, നരസിംഹം.